ഇദ്ദേഹത്തിനെ ജയിലിൽ ഇട്ടപ്പോൾ തന്നെ ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് ഇതിലൊക്കെ എന്തൊക്കെയോ കള്ളത്തരമുണ്ട് എന്നും സാധാരണക്കാരായ ജനങ്ങളെ പോലും മനസ്സിലാക്കിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എത്രയും വേഗം അദ്ദേഹം പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനായി വരുന്നത് തന്നെ കാത്തിരിക്കുന്നു. ആ വാർത്തയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കും. ദിലീപ് കുറ്റവാളിയാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. അതാണ് നമ്മൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കണ്ടതും കേട്ടതും 8 വർഷങ്ങൾക്ക് മുമ്പ് പ്രമുഖ നടി ആക്രമിക്കപ്പെട്ട സമയത്ത് ഏഷ്യാനെറ്റ് ലക്ഷ്മിപ്രിയ എന്ന നടിയുടെ അഭിപ്രായം ചോദിച്ച് ലക്ഷ്മിപ്രിയ അതിന് മറുപടി പറഞ്ഞതാണ്. ബൈജു കൊട്ടാരക്കര പറയുന്നത് അന്ന് ഈ നടി ലക്ഷ്മിപ്രിയ ദിലീപിനെ ജയിലിൽ സന്ദർശിച്ച് പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു അത്ര ദിലീപ് ഏട്ടാ ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞു എന്നാ പറയണത്. ആ നടിയാണ് ഇന്ന് അമ്മ എന്ന സംഘടനയുടെ ഭാരവാഹിയുള്ള ഒരാളായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അവര് മാത്രമല്ല കേട്ടോ, ആ സ്ഥാനത്തേക്ക് ഇവരെ കൂടാതെ ശ്വേതാ മേനോനാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. ആ സംഘടനയുടെ 30 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് മാത്രമോ, കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അത് മാത്രമല്ല, ഏതാണ്ട് 17ഓളം ഭാരവാഹികളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സ് അടക്കമുള്ളതിൽ ഏതാണ്ട് 8ഓളം മറ്റോ സ്ത്രീകൾ മാത്രമാണ് അത്രേ. ഏതാണ്ട് ഒരു 50% ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ സ്ത്രീകൾ അതിശക്തമായി മുൻപന്തിയിലെ നേതൃനിരയിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ അമ്മ സംഘടന അടിമുടി മാറുകയാണ്. എന്നാൽ ബൈജു കൊട്ടാരക്കരയുടെ ആക്ഷേപം എന്താണെന്നറിയോ? ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോൻ എന്ന് പറഞ്ഞത്, ആ സമയത്ത് നടി ആക്രമിക്കപ്പെട്ട സമയത്ത് പറഞ്ഞത് അതൊക്കെ വെറും നാടകമാണെന്ന് പറഞ്ഞു എന്നാണ് പുള്ളി ആക്ഷേപിക്കുന്നത്. ഇപ്പൊ ജനറൽ സെക്രട്ടറി ആയി തെരഞ്ഞെടുക്കപ്പെട്ട കുക്കു പരമേശ്വരന്റെ അഭിപ്രായവും മറ്റൊന്നായിരുന്നില്ല എന്ന് തന്നെയാണ് ഈ ബൈജു കൊട്ടാരക്കരയുടെ അഭിപ്രായം. എന്തായാലും AMMയുടെ തലപ്പത്തേക്ക് ശ്രീരത്നങ്ങൾ എത്തിയതുകൊണ്ട് ഇനി മലയാള സിനിമാ രംഗത്തിന് ഭയപ്പെടാനൊന്നുമില്ല. ഇനി ആനന്ദലബ്ധിക്ക് എന്താണ് വേണ്ടത്? ഇനി മലയാള സിനിമാ രംഗം അല്ലെങ്കിൽ ഷൂട്ടിംഗ് രംഗങ്ങള്, ഷൂട്ടിംഗ് ലൊക്കേഷനുകളൊക്കെ വളരെ സ്ത്രീ സൗഹൃദപരമാവും, സ്ത്രീ സുരക്ഷയാൽ സമൃദ്ധമായിരിക്കും. അക്കാര്യം കൊണ്ട് തന്നെ ഇനി മലയാള സിനിമയുടെ വരും കാലം ഒരു സുവർണ കാലഘട്ടമായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്നുള്ളൊരു പദം തന്നെ ഈ മലയാള സിനിമ ഷൂട്ടിംഗ് രംഗത്ത് ഇനി കേൾക്കാൻ പോലും കിട്ടില്ല. ആ ഡിക്ഷണറി അതങ്ങ് വെട്ടിക്കളഞ്ഞോളും. മലയാളത്തിലെ പ്രധാന നായക നടന്മാർക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഇനി സിനിമ നടിമാർക്കും നായികമാർക്കും മറ്റെല്ലാ നടികൾക്കും, ഇത് നമ്മുടെ ഈ ആഡംബര കാരവൻ സൗകര്യമൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഇവർക്കും ഇനി ലഭ്യമാക്കും. അത് ഈ സംഘടന ഉറപ്പുവരുത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. സമത്വസുന്ദരമായ ഒരു മലയാള സിനിമാ നിർമ്മാണ രംഗം, അതും മറ്റു ഭാഷാ സിനിമാ ലോകമൊക്കെ അസൂയയോടെ നോക്കുന്ന വിധത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ശ്രീരത്നങ്ങൾക്ക് കഴിയുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. അമ്മയിൽ നിന്ന് തെറ്റിപ്പോയ പെൺമണികളെല്ലാം തിരികെ വരണം, അല്ലെങ്കിൽ തിരികെ കൊണ്ടുവരുന്നൊക്കെ നമ്മുടെ പുതിയ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട്. ഉടനെ പറഞ്ഞതാണ് കേട്ടോ. പിന്നീട് ചില മാറ്റങ്ങളും ആസ്വരത്തിലൊക്കെ ചില ചേഞ്ചൊക്കെ നമ്മൾ കണ്ടു. അത് അത്ര എളുപ്പമുള്ള കാര്യമില്ല. ചില നിയമാവലികൾക്ക് വിധേയമായിരിക്കും എന്നൊക്കെ പറയാൻ കാരണം മറ്റേതെങ്കിലും കോണുകളിൽ നിന്ന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കിട്ടിയതിന്റെ ഫലമാണോ എന്നറിയില്ല. കാരണം മലയാള സിനിമയിലെ അത് ചുറ്റിത്തിരിയുന്നത് പ്രധാന ചില നടന്മാർക്ക് ചുറ്റുമാണെന്നുള്ളത് അറിയാത്തത് ആരാണുള്ളത്? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അവരോടനുബന്ധിച്ച് കുറെ പ്രൊഡക്ഷൻ കമ്പനികളുണ്ട്. അവരെ നിർദ്ദേശിക്കുന്ന നടിമാർക്കും നടന്മാർക്കും സഹനടന്മാർക്കും ഒക്കെയാണ് അതിൽ അവസരം കിട്ടുക. അങ്ങനെ അല്ലാതെ വല്ല സിനിമകളും ക്ലച്ച് പിടിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളായിട്ടേ നമ്മൾ കാണുന്നുള്ളൂ. സിനിമ എന്ന് പറയുന്നത് കോടികൾ ഇറക്കി കളിക്കുന്ന ഒരു കളിയാണ്. അങ്ങനെ റിസ്ക് എടുക്കാൻ നിർമ്മാതാക്കളെ കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഇൻഡസ്ട്രിയിലെ സ്റ്റാർ വാല്യൂ വേണം. ആ സ്റ്റാർ വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്താണ് മലയാള സിനിമകളെല്ലാം, എല്ലാ സിനിമകളും ഓടിക്കൊണ്ടിരിക്കുന്നതും നിർമ്മാണം പുരോഗമിക്കുന്നതും എന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ നായകന്റെ ഡേറ്റ് കിട്ടാൻ വേണ്ടി പരക്കം പായുന്ന നിർമ്മാതാക്കളാണുള്ളത്. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ആ സിനിമ വിജയിക്കുകയോ ജയിക്കില്ല എന്നൊന്നും നമുക്ക് പറയാനും പറ്റില്ല കേട്ടോ. അതുകൊണ്ട് ഈ അമ്മ എന്ന സംഘടനയുടെ താരസംഘടനയുടെ തലപ്പത്ത് ആണ് വന്നിരുന്നാലും പെണ്ണ് വന്നിരുന്നാലും പ്രത്യേകിച്ച് മലയാള ഇൻഡസ്ട്രിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്ക വയ്യ. തീർച്ചയായും സ്ത്രീ ശബ്ദം ഉയർന്നു വരേണ്ടത് തന്നെയാണ്. അവർക്ക് സിനിമാ രംഗത്ത് പ്രവർത്തിക്കാനുള്ള സുരക്ഷയോടുകൂടെ, സ്ത്രീ സുരക്ഷയോടുകൂടെ പ്രവർത്തിക്കാനുള്ള ഒരു സൗകര്യവും സാഹചര്യവും മലയാളത്തിൽ ഒരുക്കണം. അത് ഈ സംഘടനയേക്കാൾ ഉത്തരവാദിത്തമുള്ളത്
ഇവിടെ ആര് ഭരിക്കുന്നുവോ ആ സർക്കാരിനാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ലിമിറ്റേഷൻ ഉണ്ട്. സിനിമ എന്ന് പറയുന്നത് ഏതെങ്കിലും ഇപ്പൊ കേരളത്തിൽ മാത്രം ഷൂട്ട് ചെയ്യുന്നതല്ല, പുറത്തൊക്കെ പോയി ഷൂട്ട് ചെയ്യും. അപ്പൊ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾക്കൊന്നും ആ സംസ്ഥാന സർക്കാർ ഉത്തരവാദിയാകില്ല എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടിക്കലരുമ്പോൾ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ് സിനിമാ ലോകത്തുള്ളത്. അതാത് മനുഷ്യര് നല്ല മനുഷ്യരാകുക എന്നുള്ളതാണ് പ്രാധാന്യം. സ്ത്രീയെ സ്ത്രീയായി കാണാനും ആ സ്ത്രീത്വത്തെയും ബഹുമാനിക്കാനും എല്ലാം ഉള്ള ഒരു മനസ്ഥിതി ഉണ്ടായാൽ ഈ സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും എന്നുള്ളതാണ് സത്യം. അതെന്നുണ്ടാകുമോ അന്ന് സിനിമ എന്നല്ല ഏത് മേഖലയും അതിനെ ആസ്പദമാക്കിയ രാഷ്ട്രീയമായാലും ശരി, മറ്റേത് പൊതുപ്രവർത്തന രംഗത്തായാലും സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. സ്ത്രീകൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അവർക്കും അവരുടേതായ പങ്ക് നിർഭയം ഇവിടെ പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.